ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് 1-2 ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ കുറച്ച് നാൾക്ക് കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരുമ്പോൾ ലെന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എന്തൊക്കെയാ കുട്ടി പറയണേ എന്ന് ചിലർ പറയും. ചിലർ പറയും ലെന കിളി പോയി എന്നാ തോന്നണേന്ന് പറയും. അവരങ്ങനെയും പറഞ്ഞു. ചിലർ പറയും, ചിലർക്ക് അത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത വണ്ണം. ഇങ്ങനെയൊക്കെ പലർക്കും പലരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം. ഇത്തരത്തിലുള്ള കമന്റ്സ് തീർച്ചയായിട്ടും ലെനയും കേട്ടിട്ടുണ്ടാവും. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. ഇതൊക്കെ കേട്ടത് എവിടെയാ ഒന്ന് പറയൂ? സോഷ്യൽ മീഡിയ. അതൊരു ഭയങ്കര വെടിയാണ്. ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂസ്വലി പോസ്റ്റ് ചെയ്യുന്നത്? സയന്റിസ്റ്റ്, ഓത്തേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഫേമസ് ആർട്ടിസ്റ്റ്, പ്രൊഫസേഴ്സ്, അവരൊക്കെയാണോ? അല്ല. സോ നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എല്ലാത്തിനും കമന്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞത് ഫൈറ്റർ പൈലറ്റ്സ്, ആസ്ട്രോനോട്ട്സ്, സയൻറ്റിസ്റ്റ്, റൈറ്റേഴ്സ്, ഓത്തേഴ്സ്, പോയറ്റ്സ്, ഭയങ്കര വേറെ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. എനിക്കൊരുപാട് സാന്ത്വനം കിട്ടി, എനിക്കൊരുപാട് എൻ്റെ ലൈഫിലേക്ക് ഒരു മാർഗനിർദ്ദേശം കിട്ടി. ഇങ്ങനത്തെ ഫീഡ്ബാക്കാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് വേർ ആർ വി ഗെറ്റിംഗ് അവർ ഫീഡ്ബാക്ക് ഫ്രോം. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കമൻറ്റും വായിക്കാനിരുന്നാൽ എന്റെ നിലവാരം എന്താവും? ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. സോ അതൊക്കെ അറിയാനായിട്ട് യു ഷുഡ് നോ, അല്ലെങ്കിൽ നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന, അഗൈൻ ഇറ്റ് ഓൾ ഡിപെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ. ഈ പറയുന്ന ആൾക്കാർ എന്താ ചെയ്യുന്ന ലൈഫിൽ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്റെ ജോലി ഫാഷൻ അല്ല, എന്റെ ജോലി ആ നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ചെയ്യുന്നവരായിട്ട് കൊളാബ് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരോട് കോസ്റ്റ്യൂംസ് സ്പോൺസർ ചെയ്യാൻ പറയലാണ്. അയ്യോ, അതിന് വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഒരു മിനിറ്റ്, നീഞ്ഞു വന്നേ. ഒരു മിനിറ്റ്. അതെ, ട്രൂ. എനിക്കിതാണ് ശരി. സോ ഞാൻ ഈ റൂട്ടിൽ കൂടിയാണ് പോണത്. സോ നിങ്ങളും ഇതേ റൂട്ടിൽ കൂടെ തന്നെ വരൂ. എന്താ കുറച്ചേരായില്ലോ തുടങ്ങിയിട്ട് ചൊറിയനെ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെല്ലാവരും അതേ മേഖലയിലല്ലല്ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.